ഇപ്പൊ ഇത് വീണ്ടും ഇത് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നും ഇതുപോലെ ഇവര് സുരക്ഷിതയും കാര്യങ്ങളെല്ലാം വെച്ചു. ഇതിപ്പോ അതിനെക്കാട്ടി അപ്പുറം സൗമ്യയുടെ അതേ ഇതിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ട്രെയിനിൽ നിന്ന് എടുത്ത് ഒരു പെൺകുട്ടീനെ എടുത്ത് ചവിട്ടി പുറത്തേക്ക് ആക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു കാര്യം. അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവിടും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങനെ മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് കയറി ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിൽ എത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണത്. അപ്പം ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും പറ്റണില്ല. അപ്പം ഇതിന് സുരക്ഷിതം അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇനിയൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ 15 കൊല്ലമായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ടും ഇത് സംഭവിച്ചുകൊണ്ട് ഓരോന്ന് ഒന്നിക്ക് അല്ലെങ്കിൽ ഒന്നിക്ക് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി വരരുത്. അതിന് റെയിൽവേ വേണ്ട നടപടികൾ എന്ത് വന്നാൽ ഈ എന്തെങ്കിലും കൂടി വരുമ്പോൾ ഇപ്പോൾ അതപ്പോൾ ഈ ഒരു കാര്യം നടന്നു ഇനിയിപ്പോൾ എല്ലാവരും കൂടി റെയിൽവേ അങ്ങനെ ട്രെയിനിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് വെക്കും ഇങ്ങനെ വെക്കുന്നു പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. അത് ചെയ്ത് കാണിക്കണം. വാക്കുകൊണ്ട് മാത്രം പോരാ അത് പ്രവൃത്തിയിൽ ഇനി ഒരു റെയിൽവേ ചെയ്ത് കാണിക്കണം. ഈ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് അത്തരത്തിൽ സൗമ്യക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചത്. ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഇപ്പം സൗമ്യ തന്നെയോട് എത്ര പ്രാവശ്യം പറഞ്ഞാൽ അമ്മ ജനറലാണെങ്കിൽ എപ്പോഴും ആൾക്കാരുണ്ടാവുന്നു. അപ്പം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പം ഈ കുട്ടികൾ ഇപ്പം അത് വിചാരിച്ചിട്ടല്ലേ ജനറൽ കയറിയത്. ലേഡീസിൽ പോലും സുരക്ഷിതത്വം ഇല്ല എന്നുള്ള പിന്നെ ഈ ലേഡീസിന് സുരക്ഷിത ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ ചില സ്ഥലത്തെത്തുമ്പോൾ കുട്ടികൾ ഒറ്റയ്ക്കാവും അല്ലെങ്കിൽ സ്ത്രീകൾ ഒറ്റയ്ക്കാവും. പ്രായമുള്ളവരായാലും കുട്ടികളായാലും അവരൊറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? അവർക്കൊന്നും ഉറക്കം കരയാൻ പോലും പറ്റില്ല, രക്ഷപ്പെടുത്താനും ആളില്ല. ഇതിപ്പോൾ ഈ കുട്ടി ജനറലിൽ ഇരുന്നിട്ടാണ് ഈ കുട്ടിക്ക് ഇതൊരു കാര്യം സംഭവിച്ചത്. ഇതിലെല്ലാം ഇവർ പറയാനുള്ളൊരു കാരണം എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനറൽ കയറിയ കാരണം കൊണ്ട് എന്തോ നല്ല കാലത്തിന് മറ്റുള്ള ആൾക്കാർ പ്രതികരിച്ചു. അത് കാരണം കൊണ്ട് ഈ കുട്ടികൾക്ക് വേറെ ആപത്തുകൾ ഉണ്ടായില്ല. അല്ലായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ട്രെയിൻ ഇത്ര മെല്ലി ഇതേപോലെ തന്നെയല്ലേ ശ്രമിക്കേണ്ടത്. ഈ ട്രെയിൻ മെല്ലെ വരും. മുള്ളൂർക്കരന്ന് ഷൊർണൂരേക്ക് വരുന്ന സമയം ട്രെയിൻ മെല്ലെയാണല്ലോ. ആ സമയത്താണല്ലോ സൗമ്യക്ക് ഇത് സംഭവിച്ചത്. അപ്പം അതേപോലെ ഇപ്പോൾ ഈ ട്രെയിനും മെല്ലെയാണെന്നാണ് പറയണത് കേൾക്കുന്നത്. അപ്പം ഈ ട്രെയിനിൻ്റെ മെല്ലെ ഈ കുട്ടീനെ എടുത്ത് ചവിട്ടി ഇയാൾ പുറത്തേക്ക് ഇട്ടു. ഈ കൂടെയുള്ള കുട്ടീനെ എന്തെങ്കിലും ആക്രമിച്ചു പുറത്തേക്ക് ചാടി എന്തെങ്കിലും ചെയ്തു പോയി പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം വായുകൊണ്ട് പറയണതല്ല, പ്രവൃത്തിയിൽ ഇത് റെയിൽവേ കാണിക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഇതുപോലെ വല്ല എന്തെങ്കിലും കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. ചിലപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്ന് വരും. അത് വലിയൊരു ഇതായിരിക്കും. കാരണം അന്ന് അത്രയും ആൾക്കാർ ട്രെയിനിലുണ്ടായിട്ടും എൻ്റെ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് ഇതുണ്ടായിരുന്നു. ഇതേപോലെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വന്നിരുന്നെങ്കിൽ അത്